പോരാളേ. ഇതെന്തൊരു സാധനം, വന്നിട്ട് കുറെ നേരിട്ട് നോക്കിയിരിക്കുന്നല്ല. ഈ വീടിന് ഇത്ര കാലമായിട്ടൊരു മാറ്റവും ഇല്ല അല്ലേ? സാർ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് ഈ വീട്ടിൽ വല്ല മാറ്റം ഉണ്ടോന്ന് അറിയാനാണോ, അതോ കുട്ടിയുടെ വീട് അടിച്ചു മാറ്റിയതുപോലെ ഇതും വല്ല വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? പിന്നെ ഈ തുക്കട വീട് അടിച്ചു മാറ്റിയിട്ട് എനിക്ക് ഇവിടെ 5 സ്റ്റാർ ഹോട്ടൽ പണിയാനല്ലേ. ഇവിടെ സത്യം ഒരു പട്ടിക്കൂട് പോലും നേരെ ചവ പണിയാൻ പറ്റില്ല, അപ്പോഴാ അടിച്ചു മാറ്റാൻ. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് സാറിന്റെ പട്ടി പോലും എന്റെ ഈ വീട്ടിൽ കിടക്കൂലെന്ന്. എന്നിട്ടും സാർ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇങ്ങനെ നിന്ന് പൊങ്ങച്ചം പറയാനോ? പൊങ്ങച്ചം പറഞ്ഞ നിന്റെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മ പറഞ്ഞു നിന്നെ അങ്ങോട്ടേക്ക് പണിക്ക് വിളിക്കാൻ. നാളെ മുതൽ നീ അങ്ങോട്ട് പണിക്ക് വാ. എന്റെ ശിവനെ, ഇയാള് തന്നെ നേരിട്ട് വന്ന് അങ്ങോട്ടേക്ക് വിളിക്കുന്നോ? നീ എന്താ ആലോചിക്കുന്ന? അമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നത് വിളിക്കാൻ. അതല്ല, ഞാൻ പോയിട്ട് എന്റെ നിഴല് പോലും സാറിന്റെ വീടിന്റെ പരിസരത്ത് വരാൻ പാടില്ല എന്ന് സാറല്ലേ വിലക്കിയത്. എന്നിട്ടും സാറ് വിളിക്കുമ്പോ ഒരു സംശയം പോലെ. എക്സ്ക്യൂസ് മീ, എനിക്കിപ്പോൾ നീ അവിടെ വരണമെന്ന് യാതൊരു താല്പര്യവുമില്ല. അമ്മ പറഞ്ഞിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് കൂടെ വേണം. ഹെൽപ്പോ? അമ്മച്ചിയാണ് ഇയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്റെ അടുത്തൊക്കെ സഹായം ചോദിക്കാനോ? അത് എനിക്ക് ഫാക്ടറിയിലേക്ക് കുറച്ച് എഗ്ഗ് വേണം. നിനക്കറിയാവുന്ന നല്ല എഗ് ഡീലേഴ്സിൻ്റെ നമ്പർ എന്നാൽ ഹെൽപ്പാവും. ഓ, മുട്ടക്കച്ചവടം ശരിയാക്കി തരാം. സാർ ഉദ്ദേശിച്ചത് ഹോൾസെയിലായിട്ട് മുട്ട വെക്കണതല്ലേ? നമ്പർ ഉണ്ട്, പക്ഷെ തരൂല. തരണമെങ്കിൽ എന്റെ അന്ന് പൊട്ടിച്ച മുട്ടയുടെ പൈസ മൊത്തം എനിക്ക് തരണം. വലിയ ബിസിനസ് സംസാരിക്കുമ്പോഴാണോ നിന്റെ ചീഞ്ഞ മുട്ടയുടെ കണക്കും കൊണ്ട് വരുന്നത്? തീർച്ചയായിട്ടും പറയും. കാരണം ഞാൻ ഭാമയാ. എന്റെ പാവപ്പെട്ട കോഴികള് കഷ്ടപ്പെട്ട് മുക്കിയിട്ട മുട്ടകളാ സാർ ഒരു ദയയില്ലാതെ ഇടിച്ച് പൊട്ടിച്ചത്. നിന്റെ കോഴി മാത്രമല്ല, ലോകത്തിലെല്ലാ കോഴിയും മുക്കി തന്നെയാണ് മുട്ട ഇടുന്നത്, അല്ലാതെ വായിക്കൂടെ അല്ല. അന്ന് പൊട്ടിയ മുട്ടയുടെ ക്യാഷ് എത്രയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഓക്കെ, അന്ന് ഓൾമോസ്റ്റ് ഒരു കുറേ മുട്ട പൊട്ടി. എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു 2500 രൂപ ഇങ്ങ് തന്നോ. നിനക്ക് ഗൂഗിൾ പേ ഉണ്ടോ? നിന്റെ നമ്പർ ഇങ്ങ് താ, ഞാൻ ഇപ്പം തന്നെ സെൻഡ് ചെയ്ത് തരാം. തരാന്ന് കുറച്ചൊരു കൂട്ടി പറയായിരുന്നു. അപ്പോൾ അല്ല സെറ്റല്ലേ? ഇതാ ഈ പേപ്പർ പിടിക്ക്, ഇതിലൊന്ന് സൈൻ ഇട്ടതാ. നീ ജോലിക്ക് വരുന്നതിൻ്റെ എഗ്രിമെൻറ്റാ. എന്തൊരു എഗ്രിമെന്റാ? എനിക്കെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനാണ് ഇഷ്ടം. ഇത് നിന്നെ ജോലിക്ക് എടുത്തു എന്നുള്ളൊരു എഗ്രിമെൻറ്റാ. വീട്ടു ജോലിക്ക് എഗ്രിമെന്റോ? യെസ്, ആരുവിൻ്റെ മാരേജ് വരെ നീ അവിടെ പണിക്ക് വരണം. പകുതി വഴിക്ക് നിന്നെ പറഞ്ഞു വിടാനോ നിനക്ക് നിർത്താനോ പറ്റില്ല. ഇയാളെന്തൊരു മണ്ടന! വീട്ടു ജോലിക്ക് എഗ്രിമെന്റോ? ശരി, ഒപ്പിട്ട് കൊടുത്തേക്കാം. ഇവൾക്ക് തലയിൽ ചെളിമണ്ണാണോ? എഗ്രിമെന്റ് വായിച്ച പോലും നോക്കാതെ ഒപ്പിട്ട് വച്ചേക്കുക. ഇതാ ഞാൻ ഒപ്പിട്ടു. ഗുഡ്. പിന്നെ ആ മുട്ടക്കാരന്റെ നമ്പർ അത് ഞാൻ സിദ്ധു സാറിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാം. ഇപ്പൊ എന്റെ ഫോണിൽ ചാർജ് ഇല്ല. ചാർജ് കയറിയിട്ട് ഞാൻ അയച്ചു കൊടുത്തോളാം. അല്ല, അതിന് നിന്റെ കയ്യിൽ സിദ്ധുവിന്റെ നമ്പർ ഉണ്ടോ? പിന്നെ ഇല്ലാണ്ടിരിക്കോ? ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോ തന്നെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കി. ഡെയിലി പ്രാവ് പറന്നു പോണ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ സാർ അയക്കാറുണ്ട്. അതിന് സാറെന്താണ് ഇങ്ങനെ നോക്കി ദഹിപ്പിക്കണ? ഹലോ സത്യ, സംസാരിച്ചു കഴിഞ്ഞു? കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. ഫാക്ടറിയിൽ ഷർണായി സാർ വന്നിട്ടുണ്ട്. നിന്നെ കാണണമെന്നാ പറയുന്ന. ഒരു വിധത്തിൽ ഞാനിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പോവാം. ഒരു മിനിറ്റ്. ഇതെൻ്റെ വിസിറ്റിംഗ് കാർഡാ. ഇതിൽ കാണുന്ന നമ്പറിലേക്ക് മറ്റേ എഗ് ഡീലറിൻ്റെ നമ്പർ അയച്ചാൽ മതി. ശരി സാറേ. സിദ്ധു വാ, നമുക്ക് പോവാം. ആ മോനെ കണ്ടാലറിയാം കുശുമ്പ് തീരെ ഇല്ലാന്ന്. എന്റെ പൊന്നുകുട്ട, ഇനി ഏതാണ്ട് ഒരാഴ്ച തികച്ചില്ല കല്യാണത്തിന്. കൊച്ചിന് താലിയൊക്കെ വാങ്ങണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ നടക്കുമല്ല. മണിമാമ, ഞാൻ കുട്ടിയേട്ടോട് 2 ദിവസമായിട്ട് പറയാ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോണ്ടേ, താലി എടുക്കാൻ പോണ്ടേ എന്നൊക്കെ. ആര് കേൾക്കാൻ? ഞാൻ ബാമേച്ചിയെ വിളിക്കാനിരിക്കായിരുന്നു കുട്ടിയേട്ടനോട് പറയാൻ. അതെ കുട്ട, ഇങ്ങനെ നടക്കൂല. നിന്റെ കല്യാണം, നമുക്ക് താലിയൊക്കെ വാങ്ങാൻ പോണം. മാത്രമല്ല ഈ വീടൊന്ന് പണി ചെയ്യണ്ടേ നമുക്ക്? എന്തിന്? ഈ വീട് ഇപ്പോ അവരതല്ലേ, നമ്മുടെ അല്ലല്ലോ. മാത്രമല്ല ഞാൻ ഇങ്ങനെയൊക്കെ അന്ന് അവരെ അറിഞ്ഞിട്ടല്ലേ ഈ കല്യാണം ഉറപ്പിച്ച്. പിന്നെ എന്താന്ന് വെച്ചാ ഞാൻ പൈസ തരാം, നിങ്ങൾ ചെന്ന് വാങ്ങിക്കോ, ഞാനില്ല.
മണിമാമ കണ്ടില്ലേ, കുട്ടേട്ടൻ ഇപ്പൊ പഴയ പോലെയല്ല, ഒരുപാട് മാറി. ഇനി കുട്ടേട്ടന് ഈ കല്യാണത്തിന് താല്പര്യമില്ലേ? അതൊന്നുമല്ല. അവന്റെ ജീവിതത്തില് ആദ്യത്തെ നല്ല കാര്യമല്ലേ. കൂടെ അച്ഛനും അമ്മയും ഇല്ലാത്ത എന്റെ സങ്കടമായിരിക്കും. മോളതൊന്നും കാര്യമാക്കണ്ട. ഇവളുടെ ഒരു കാര്യം. നിന്റെ ഫോണിൽ എന്ത് തേങ്ങയുള്ളത്? ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് സംസാരിക്കുമ്പോൾ നീ അതിൽ എന്ത് നോക്കി ചിരിക്കുക? എന്റെ സത്യ അലറല്ലേ, നമ്മുടെ ബാമൂട്ടിയില്ലേ, അവളോട് സംസാരിക്കായിരുന്നു. അവള് മറ്റാളുടെ നമ്പർ അയച്ചു തന്നു. ഞാൻ താങ്ക്സ് പറയായിരുന്നു. ബാമൂട്ടിയോ? അതെന്ന് മുതല്? അതന്ന് ഫ്ലോയിൽ സംസാരിച്ചപ്പോ അങ്ങനെ ആയി. പിന്നെ അവളും പറഞ്ഞു അങ്ങനെ വിളിച്ചോളാൻ. അല്ല, നിനക്ക് നമ്പർ വേണ്ടേ? ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. വേണ്ട, നീ ആ ഫോൺ ഇങ്ങെടുക്ക്, ഞാൻ എടുത്തോളാം. എന്നാ പെട്ടെന്ന് നമ്പർ എടുത്തിട്ട് ആ ഫോണും കിട്ടാ. അവളിപ്പോഴും ചാറ്റിലുണ്ട്. ഫുഡ് കഴിച്ചോ? ഇല്ലെങ്കിൽ ഇവള് വന്ന് കുഴപ്പിക്കും. ശരിയാക്കി തരാ ഞാൻ രണ്ടിനെയും. ആരെ മെസ്സേജാ? അവളുടെ തന്നെ ആയിരിക്കും. നീ വേഗം നമ്പർ എടുത്തിട്ട് താ. നമ്പർ ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തു. പിന്നെ അവളുടെ നമ്പർ ബ്ലോക്കും ചെയ്ത് ഡിലീറ്റും ആക്കിയിട്ടുണ്ട്. വാട്ട്? ഡിലീറ്റ് ചെയ്തു? നീ എന്തിനാ അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തത്? അതോ, എനിക്ക് അവളെ ഇഷ്ടമല്ല. എനിക്കിഷ്ടമില്ലാത്തവരാരും നിന്റെ കോണ്ടാക്റ്റിലും വേണ്ട. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കി. ഈ രാട്ടിന് കുറച്ച് കൂടുന്നുണ്ട്. ഞാനൊന്ന് ക്യാൻറ്റീൻ വരെ പോയിട്ട് വരുക. വല്ലാത്ത ദാഹം. കിട്ടുകുറുമ്പി, നാളെ നീ ടൂറ് പോവാന്ന് കേട്ടോ. പോയിട്ട് വേഗം വരണം. മാമേജി, ഡോക്ടർ രാവിലെ വന്ന് ചെക്ക് ചെയ്തു. അപ്പൊ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി, ഹോസ്പിറ്റലിലേക്കാ പോകുന്നേന്ന്. നാളെ നീ കൂടെ ഉണ്ടാവൂലേ? എനിക്ക് വരണോന്നുണ്ട്. പക്ഷേ അതിനിപ്പോ എന്താ, ഞാനും പണിക്കിരപ്പൊക്കെ അവിടെ ഇല്ലേ? ഓപ്പറേഷൻ കഴിയുന്നവരെ ഞങ്ങൾ അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. നാളെ തൊട്ട് നമ്പ്യാർസാന്റെ വീട്ടില് പണിക്ക് പോകുന്ന ഞാൻ ഏറ്റുപോയി. ഞാനും വിചാരിച്ചില്ല ഇവളുടെ ഓപ്പറേഷൻ ഡേറ്റ് ഇത്ര പെട്ടെന്ന് ആവൂന്ന്. ആഹാ, അപ്പൊ ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ആക്കിയതാണോ പ്രശ്നം? ഇനി മറ്റു താമസിക്കാൻ പാടില്ല. കുറച്ച് സീരിയസാ. ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച. ഏതായാലും ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ അറേഞ്ച് ചെയ്തതിന് ഡോക്ടറിനോട് നന്ദി പറയണം. നന്ദിയൊന്നും വേണ്ട. നിന്റെ അച്ഛനെ കാണാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ പോട്ടെ, രാവിലെ ഇങ്ങോട്ട് വന്നതാ. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ട്. ബൈ. വീട്ടിലേക്കോ? അതെന്തിനാ? എന്തേലും ആവട്ടെ. ഈ അടുപ്പ് ഊതി ഊതി ഞാൻ ചാവാറായി. മിക്കവാറും എന്റെ പുക കണ്ടിട്ടേ അടങ്ങൂ. കണക്കായി പോയി. ഞാൻ എത്ര തവണ പറഞ്ഞതാ നമുക്കൊരു സ്റ്റൗ എടുക്കാന്ന്. സമ്മതിക്കണ്ടേ? എന്നാ അനുഭവിച്ചോ. അപ്പൊ അടുപ്പില് സ്നേഹത്തോടെ ഊതി ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ അത്ര ടേസ്റ്റ് ഒന്നും ആ സ്റ്റൗവിൽ ഉണ്ടാക്കിയ കിട്ടൂല. അത് ശരിയാ. എന്തൊക്കെ കഴിച്ചാലും അപ്പയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ അത്ര ടേസ്റ്റ് കിട്ടൂല. പക്ഷേ നമ്മള് പ്രായം കൂടെ നോക്കണ്ടേ? അതിനിപ്പോ എന്നെ കണ്ട ആരെങ്കിലും പറയോ എനിക്ക് ഇത്രയും പ്രായം ഉണ്ടെന്ന്? ഞാൻ നീയും കൂടെ ഒരുമിച്ച് പോയാ നിന്റെ ചേട്ടനാണെന്നേ പറയൂ. അത് ശരിയാ. ചർമ്മം കണ്ട തീരെ പ്രായം തോന്നിക്കൂല. അതുകൊണ്ടാണല്ലോ ആ ഭാവാനി തള്ള ഇപ്പോഴും പിറകെ നടക്കണ. അവള് പണ്ടേ അപ്പയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതാ. ഇവള് മാത്രമല്ല, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ പിറകെ എത്ര പെൺപിള്ളേര് വന്നിട്ടുണ്ടെന്ന് നിനക്കറിയോ? മതി മതി. അപ്പൊ തള്ളി തള്ളി ഈ അടുക്കള കൊണ്ട് അപ്പുറത്തെ പറമ്പിൽ വെക്കും. അതുകൊണ്ട് വേണ്ട. ഫുഡ് ആവുമ്പോ വിളിക്കും, ഞാൻ വരാം. പോലെ ഞാൻ തള്ളുന്നില്ല. നീങ്ങ വാ, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഇവിടെ ഇരിക്കേ. അപ്പയുടെ പിറകെ നടക്കുന്ന രാധമാരെ കഥയാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, ഞാൻ കേൾക്കാം. അതല്ല മാമി, നമ്മുടെ കുട്ടന്റെ പെണ്ണിന് സ്വർണ്ണമൊക്കെ എടുക്കാൻ പോണ്ടേ? അവനാണെങ്കിൽ എന്നെയും മണിക്കുട്ടനെ ഏൽപ്പിച്ചു. നിനക്ക് നാളെ തിരക്കില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ഒപ്പം വരുവോ? അല്ലപ്പാ, കുട്ടേട്ടൻ ഇതൊന്നും വാങ്ങാൻ കൂടെ വരൂലേ? ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടാ അവൻ തന്നെ സമ്മതിച്ചത്. അവൻ ഇതിനൊന്നും താല്പര്യമില്ല എന്നാ പറയുന്നത്. അത് ശരി. കുട്ടേട്ടന്റെ പെണ്ണിന് കുട്ടേട്ടനല്ലേ വാങ്ങേണ്ട, നമ്മളാണോ വാങ്ങേണ്ട? എനിക്കതൊന്നും അറിയൂല. ആകെ അവന്റെ കാര്യം ആലോചിച്ചിട്ട് പേടിയാവ. കല്യാണത്തിന് ഒരു താല്പര്യമില്ലാത്ത പോലെ അവന്റെ മട്ടും പാവും. കല്യാണത്തിന്റെ അന്ന് ചെക്കൻ ഇറങ്ങി ഓടുവോ? ദേപ്പാ, ആ കരുനാക്കൊണ്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. അത് നമ്മുടെ കുട്ടേട്ടനല്ലേ. അറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിന്റെ കണ്ണീരും വീട്ടാൻ നിൽക്കൂല. അപ്പൊ നമുക്ക് നാളെ ആ കുട്ടിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാമോ? അത് അതുണ്ടല്ലോ, ഞാൻ നമ്പ്യാർ സാറിന്റെ വീട്ടില് ലീലാമ്മയെ സഹായിക്കാൻ പോവാന്ന് ഏറ്റിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം വന്നാ മതിയോ? ആരോട് ചോദിച്ചിട്ടാ നീ അങ്ങോട്ട് വീണ്ടും പോവാൻ നേറ്റത്? നീ അങ്ങോട്ട് പോണ്ട. അപ്പയ്ക്ക് താല്പര്യമില്ല. എന്റെ പൊന്നപ്പ, അതൊക്കെ വിട്. എനിക്ക് വിശക്കുന്നു. അപ്പൊ എനിക്ക് ചോറ് വരുത്താ. ബാ.
സത്യ ഇന്നലെ രാവിലെ മണിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് ആരോഗ്യ വേണ്ടി താലിയും പുടവയൊക്കെ എടുക്കാൻ പോകുന്നു. അല്ല, അവര് ഷോപ്പിംഗ് തുടങ്ങിയോ? നമ്മളാ പെൺവീട്ടുകാര്, നമ്മൾ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലല്ലോ സത്യ. എപ്പോഴാ നമ്മള് പോകുന്നേ? ഷോപ്പിംഗ് ഒക്കെ നിങ്ങളുടെ പെണ്ണുങ്ങളെ കാര്യോ? നിങ്ങൾ പോയി എന്താന്ന് വെച്ചാൽ എടുത്തോ, കൂടെ സിദ്ധുവിനെയും വിളിച്ചോ. കല്യാണത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നല്ലൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പോവാം. നാളെ ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, നിങ്ങളുടെ ഒരേ ഒരു അമ്മാവന്റെ മകള്. അവളും കൂടെ വന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ആര്? സാൻഡ്രയോ? ആ മരണം എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളെന്ന്? ഈശ്വര, അവൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഇവനോട് മുൻകൂട്ടി പറയാൻ ഞാൻ വിട്ടുപോയല്ലോ. കല്യാണത്തിനല്ലേ 5 ദിവസം നിന്നിട്ട് പൊക്കോട്ടെ. ഇവിടെ സ്ഥിരമായിട്ടാണെങ്കിൽ ഞാൻ അവളെ ഇവിടെ നിന്ന് ഓട്ടിക്കും. അവളിനി മുതൽ നമ്മുടെ കമ്പനിയിലാ വർക്ക് ചെയ്യാൻ പോണെന്ന് അറിയുമ്പോ ഇവൻ എന്നെ കൊല്ലും. കീരിയും പാമ്പും കൂടെ എന്റെ കമ്പനി പൊളിക്കാതിരുന്നാ മതി. ഈശ്വര, കുറച്ച് ലേറ്റ് ആയിപ്പോയി. സാരമില്ല, ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ ആളെ എന്നെ വിളിച്ചതല്ലേ. വലതുകാലി വെച്ച് കേറാം. ഡീ, നിന്നോട് എത്ര മണിക്കാ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? ശിവനെ, കാല് വെച്ചില്ല, അതിനു മുന്നേ അണ്ടി ഓഫീസിന്റെ അലർച്ചയാണല്ലോ കേട്ടത്. ഇപ്പോഴാണോ വരുന്നത്? അഗ്രിമെന്റിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലേ കൃത്യം 8 മണിക്ക് നീ ഇവിടെ എത്തണമെന്ന്? അത് ഞാൻ വായിച്ചില്ല. ഒരു അരമണിക്കൂറല്ലേ ലേറ്റ് ആയുള്ളൂ. കറക്റ്റ് സമയത്ത് വന്നാലില്ലെങ്കിലും ഞാൻ പണി ചെയ്താ പോരെ. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അഗ്രിമെന്റിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര മണിക്ക് വരണമെന്നും. പിന്നെ ഇവിടെ നീ നിന്റെ ലീലാമ്മയ്ക്ക് വേണ്ടിയല്ല ജോലി ചെയ്യണത്, എനിക്ക് വേണ്ടിയാ. അതും അഗ്രിമെന്റിൽ ക്ലിയർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയോ? അല്ല, എഗ്രിമെന്റ് എവിടെ? ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കട്ടെ. നിനക്ക് തോന്നുമ്പോൾ തരാൻ എനിക്ക് സൗകര്യമില്ല. അതാദ്യമേ വായിക്കണമായിരുന്നു, എന്നിട്ട് വേണം സൈൻ ഇടാൻ. ഞാൻ പറയുന്ന സമയത്ത് നീ ഇവിടെ വരണം. അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കൂട്ടുകാരൻ്റെ വീട് ഞാനങ്ങ് പൊളിക്കും. ഞാനിവിടെ വരുന്നതും കുട്ടിയുടെ വീട് തമ്മിൽ എന്ത് ബന്ധമുള്ള? അങ്ങനെ പല ബന്ധങ്ങളും കാണും. നീ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. നിങ്ങൾ പറയുന്ന മാത്രം ഞാൻ കേൾക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമില്ല, മനസ്സിലായോ? ഞാൻ പറയുമ്പോൾ ചെയ്തില്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ എനിക്ക് അറിയാടി. മോളെത്തിയോ? സത്യ എന്നോട് പറഞ്ഞു ഇന്നോട്ട് നീ വരൂന്ന്. എനിക്ക് ഒരുപാട് സന്തോഷായി. ആ ലീലാമോ, എനിക്ക് ഒരുപാട് സന്തോഷായി. നീ വാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. വരുന്നു. ചെല്ല്, നിനക്കുള്ള പണികൾ ഞാൻ പുറകെയും തരാം. ഭാമേ, നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നിന്റെ കൂട്ടുകാരന് ഏത് കളറാ ഇഷ്ടം? ശരി, അത് എന്നോടാണോ ചോദിക്കുന്നത്? നീ ഫോൺ വിളിച്ച് കുട്ടിയേട്ടോട് തന്നെ ചോദിക്ക് ഏത് കളറാ ഇഷ്ടമെന്ന്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ലോ, നിങ്ങളുടെ കല്യാണം ആവാൻ പോവല്ലേ. വിളിച്ച് ചോദിക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ടല്ല. എന്റെ നമ്പർ കണ്ട നിന്റെ കുട്ടിയേട്ടൻ ഫോൺ എടുക്കില്ല, അതുകൊണ്ടാ നിന്നോട് ചോദിക്കുന്ന. നിനക്കാകുമ്പോ അയാളെ പറ്റി എല്ലാം അറിയാലോ. ഫോൺ എടുക്കുന്നില്ലെന്നോ? ചിലപ്പോ കല്യാണത്തിന്റെ ഒക്കെ തിരക്കായിരിക്കും. ഇന്നാണെങ്കിൽ നിനക്ക് ഡ്രസ്സും താലിയൊക്കെ വാങ്ങാൻ പോകുമെന്ന് പറയുന്ന കേട്ടു. എനിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന ആള് എന്നോട് എന്താ ഇഷ്ടമെന്ന് പോലും ചോദിച്ചില്ല. പോട്ടെ, ഇങ്ങോട്ട് അയക്കണ്ട. അങ്ങോട്ട് അയക്കണ മെസ്സേജിന് റിപ്ലൈ എങ്കിലും തരായിരുന്നു നിന്റെ കുട്ടേട്ടന്. നീ വിഷമിക്കണ്ട, കല്യാണം കഴിയുമ്പോ കുട്ടേട്ടൻ നിന്നെ സ്നേഹിച്ചോളും. പിന്നെ നീ ടെൻഷൻ ആവണ്ട, ഞാനും കൂടെ പോകുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കി വാങ്ങിക്കോളാം. ഓ, അപ്പൊ കുട്ടേട്ടനോട് നീ ഷോപ്പിങ്ങിന് പോവാണല്ലേ? ശരിയാക്കി തരാം. സിദ്ധു സാറേ, ഞാൻ പോട്ടെ, പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലീലാമ്മ പുറത്ത് പോയിരിക്കാം, വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. നീ ഇപ്പൊ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ടോ? എന്നെ സിദ്ധു സാറേന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ സിദ്ധു ഏട്ടാന്ന് വിളിക്കാൻ. ഇനി നീ എന്നെ സിദ്ധു സാറേന്ന് വിളിച്ച നിന്റെ ശമ്പളം കട്ട് ചെയ്യും ഞാൻ. അയടാ, എന്നോട് കളിക്കല്ലേ, സൂക്ഷിച്ചോ. ഞാൻ മുട്ടയില് കൂടോത്രം ചെയ്യും. ഇപ്പൊ സമയല്ല, പോവാ. ഷോപ്പിംഗ് ഉണ്ട്, ഷോപ്പിംഗ്. ബൈ. സോറി, ഞാൻ പെട്ടെന്ന് വന്നപ്പോ കണ്ടില്ല. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത്ര വെപ്രാളപ്പെട്ട് നീ എങ്ങോട്ടാ പോകുന്നേ? അത് ലീലാമ്മ തന്ന പണിയൊക്കെ കഴിഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോവാ. ആണോ? അങ്ങനെയാണെങ്കിൽ എന്റെ റൂം ആകെ മെസ്സായിട്ട് കിടക്കാം. ചെന്ന് വൃത്തിയാക്കി ഒതുക്കി നന്നായിട്ട് അടിച്ചു വാരി ചെല്ല്. അത് കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് പോയാ മതി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞാൻ വേണമെങ്കിൽ നാളെ കാലത്ത് വന്ന് അടിച്ചു വാരി ഇട്ട് തരാം.
ഞങ്ങള് ഫാമിലി ആയിട്ട് പുറത്ത് പോവുക, ഡ്രസ്സൊക്കെ വാങ്ങാം. പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. എനിക്കതൊന്നും കേൾക്കണ്ട. എന്റെ റൂം ഇപ്പൊ ക്ലീൻ ആക്കണം. മാത്രമല്ല ഞാനാ നിന്നെ പണിക്ക് വെച്ചത്. അപ്പോ എന്റെ കാര്യമാണ് ആദ്യം നോക്കേണ്ട. ചെന്ന് വൃത്തിയാക്കി ചെല്ല്. എന്താണ് നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ ഒരുമാതിരി. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ റൂം എന്താ വർഷങ്ങളായിട്ട് അതിന് തൂക്കലും നടക്കലൊന്നുമില്ലേ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കാൻ? ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇല്ലെങ്കിൽ കുട്ടന്റെ തറവാടിന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം അങ്ങ് എടുക്കും. നോക്കോ സത്യ സാറേ, നിങ്ങൾ എന്നോട് ചെയ്യുന്നതിനൊക്കെ ദൈവം ചോദിക്കാതിരിക്കില്ല. നോക്കോ. നിന്റെ ദൈവത്തിനോട് ഞാൻ മറുപടി പറഞ്ഞോളാം. കഷ്ടമുണ്ട് സത്യ, അവൾ ഇത്ര നേരം പണിയെടുത്തല്ലേ. അവളെ നിനക്ക് വിടായിരുന്നു വീട്ടിലേക്ക്. നീ എന്തറിഞ്ഞിട്ടാ സിദ്ധു സംസാരിക്കണ? അവള് ഫാമിലിയുടെ കൂടെ എന്ന് പറഞ്ഞത് കുട്ടന്റെ കൂടെ ഷോപ്പിങ്ങിന് പോവാൻ വേണ്ടിട്ടാ. ആകാശിന്റെ കൂടെയോ? ആ സോറി, അതെനിക്ക് അറിയില്ലായിരുന്നു. ഈ കല്യാണം വരെയൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ അവളുടെ പെരുമാറിയേ പറ്റൂ. അത് കഴിഞ്ഞാൽ അവൾ എവിടെ വേണോ പൊക്കോട്ടെ. എന്നോട് പണ്ട് ഈ റൂമിൽ കാല് കുത്തരെന്ന് പറഞ്ഞ ആളാ. എന്നിട്ടിപ്പോ ഞാൻ തന്നെ വേണം ഇവിടേക്ക് ഒതുക്കാനും തുടയ്ക്കാനും. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എന്തോരം ബുക്കുകള് ദേ അടുക്കി വച്ചിരിക്കണ. ഇതൊക്കെ വായിച്ചിട്ടും ആ തലയ്ക്ക് താമസം ഇല്ലാതായി പോയല്ലോ എന്റെ ശിവനെ. മണ്ടനാണോ അതോ പൊട്ടനാണോ സത്യസാരേ? തോൽവിയാണോ അതോ വാഴയാണോ? അവൻ തള്ളി തള്ളി മറിക്കും, വാതുറന്നാൽ തെറിയും. ഡീ ഇങ്ങോട്ട് വാടി. ആരാടി നീ പറഞ്ഞ മണ്ടനും പൊട്ടനും? സത്യേട്ടാ, അതേടി, പണ്ട് നിന്നെപ്പോലെ ഒരിച്ചൊരു ബാക്കി ഞാൻ നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനൊരു തോൽവി തന്നെയാ. ഞാൻ വെറുതെ തമാശക്ക്. അന്നും ഒന്നും ഈ സത്യത്തിന് നിനക്കൊരു തമാശയാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞേപ്പിച്ച പണിയൊക്കെ നീ ചെയ്തോ? ഞാനിവിടെയൊക്കെ വൃത്തിയാക്കി. സത്യേട്ടാ, ഞാൻ വെറുതെ പാടിയതാ. ഇറങ്ങി പോടി എന്റെ റൂമിൽ നിന്ന്. സോറി അപ്പ, ഞാൻ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. സമയം പോയത് അറിഞ്ഞില്ല, അതുകൊണ്ടാ. എങ്ങനെയുണ്ടായിരുന്നു? സ്വർണവും സാരിയൊക്കെ വാങ്ങിയോ നിങ്ങള്? നിന്നെ കാണാതായപ്പോൾ എനിക്ക് തോന്നി നീ വരില്ലെന്ന്. അതുകൊണ്ട് ഞാനും മണിക്കുട്ടിയും പോയി. സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. പിന്നെ ആ കുട്ടിക്ക് ഡ്രസ്സൊക്കെ മണിക്കുട്ടി എന്തൊക്കെ നോക്കിയൊക്കെ വാങ്ങി. കുട്ടേട്ടനപ്പോ ഷോപ്പിങ്ങിന് വന്നില്ല അല്ലേ? ആരോന് നല്ല വിഷമമുണ്ടപ്പ. കുട്ടേട്ടനെ വിളിക്കുകയും മെസ്സേജ് ഒക്കെ ഇടെങ്കിലും റിപ്ലൈ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് നല്ല സങ്കടം ഉണ്ട് അവർക്ക്. ആ ഒരു പക്ഷെ കല്യാണം കഴിയുമ്പോ കുട്ടൻ മാറുമായിരിക്കും അല്ലേ? കുട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണോന്ന് അറിഞ്ഞൂടാ. നെഞ്ചിനകത്തൊരു വല്ലാത്ത പെടപ്പ. വല്ല കാര്യം ആലോചിച്ച് മനസ്സിനകത്ത് കയറ്റി വെച്ചിട്ട് നെഞ്ചു വേദന എടുക്കണം എന്ന് പറഞ്ഞ അറിയാലോ. ഫ്യൂസ് അടിച്ചു പോയ ഹാർട്ടാ അതിനകത്തിരിക്കുന്ന. ആ അല്ലെങ്കിലും ഉണ്ടല്ലോ. ആ അത് പറഞ്ഞപ്പോഴാ മറ്റേ ഡോക്ടർ ചെക്കനില്ലേ, അയാൾ ഇവിടെ വന്നിരുന്നു. നിന്നെ കല്യാണം ആലോചിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. അയാളുടെ പറച്ചില്ല എനിക്ക് തോന്നിയതാ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അല്ല, അപ്പ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ, ഇപ്പൊ നോക്കുന്നില്ല എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞാ മതി. ഇനി അയാൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞോളാം. അപ്പൊ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. സാൻഡ്ര മോളെ, നിനക്ക് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഇവിടെ എത്തിയ കാര്യം ഡാഡിയോട് വിളിച്ച് പറഞ്ഞു നീ? ഓ, ഞാൻ ഇവിടെ എത്തിയതും അവരെ വിളിച്ച് പറഞ്ഞു വല്യമ്മായി. ഡാഡിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ ഇനി ഇവിടെ അല്ലേ നിൽക്കാൻ പോകുന്നത്. അവരിനി ഇവിടെ ഒറ്റയ്ക്കല്ലേ രണ്ടാളും. നീ ഇവിടെ നിൽക്കാൻ പോകുന്നോ? അതിന് കല്യാണം കഴിഞ്ഞോട് നീ ഇവിടുന്ന് പോവില്ലേ? ഇല്ലല്ലോ മിസ്റ്റർ സിദ്ധാർത്ഥ്. ഞാൻ മണ്ടേ മുതൽ സത്യേട്ടന്റെ പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറും. നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പോ? ഈശ്വര, ഇവൻ എന്നെ കൊല്ലും ഇവളെ ജോലിക്ക് എടുത്തതിന്. ഓഹോ, അപ്പൊ അതുവരെയൊക്കെ കാര്യം. സത്യ, നീ പ്രതീക്ഷിച്ചില്ല. നടക്കട്ടെ. സർപ്രൈസ് ആയി കാണും. സാരല്ല, പോട്ടെ. ഓഹ്, ലേറ്റായി ഇന്ന് അയാൾ കൊല്ലും. ആഹാ, ഇന്ന് ലേറ്റ് ആണല്ലോ. നിനക്കെതിരെ നേരത്തെ വന്നൂടെ? അവന്റെ വായിരിക്കണ കേൾക്കാനായിട്ട്. നോക്കൂ സിദ്ധുവേട്ട, ഞാൻ നേരത്തെ വന്നാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൊച്ചുവിന്റെ വായിരിക്കണ കേൾക്കും. പിന്നെ താമസിച്ചു വന്നാലെന്താ, നേരത്തെ വന്നാലെന്താ? നീ അങ്ങനെ അവനെ മാത്രം കുറ്റം പറഞ്ഞ് നല്ലവളൊന്നും ആവണ്ട. ഇന്നലത്തെ നിന്റെ പാട്ട് ഞാനും കേട്ടതാ. അവന്റെ സ്ഥലത്ത് ഞാനാണെങ്കിൽ അപ്പൊ ഒന്ന് പൊട്ടിച്ചേനെ. സിദ്ധുവേട്ട, ഞാൻ പോയതിനു ശേഷം എന്തെങ്കിലും പറഞ്ഞോ അയാള്? ആക്ക് വിഷമായോ ആ പാട്ട് കേട്ടിട്ട്? അല്ല, നിനക്കവനെയും അവന് നിന്നെയും കണ്ണെടുത്താ കണ്ടുകൂടല്ലോ. പിന്നെ അവൻ വിഷമിച്ചാൽ നിനക്കെന്താ, അവൻ സന്തോഷിച്ചാൽ നിനക്കെന്താ? അതൊക്കെ അത്രേ ഉള്ളൂ.
പക്ഷേ ഞാൻ കാരണം ഒരാൾ വിഷമിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ഓ അങ്ങനെ അതോർത്തിട്ടുള്ള വിഷമം. ശരി ശരി. നല്ലോണം ചിരിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ അങ്ങേര്. ആരേ ആരാ ആ പെൺകുട്ടി? ഏത്? ആ അതെന്റെ ഫ്രണ്ടാ, ഭാമ. അപ്പൊ സിദ്ധു സാറേ ഇനി ഇവിടെ നിന്ന് താമസിക്കും. അയാളെ വായിക്കണ കേൾക്കും. ഞാൻ പോട്ടെ. ചെല്ല്. വെറുതെ അല്ലേ ഈ കാലമാടൻ തിരിച്ച് നാട്ടിലേക്ക് വരാതെ ഇവിടെ തന്നെ നിൽക്കുന്ന. അയ്യോ ഭാമ മോളെ, ഞാൻ പറയാൻ മറന്നു, ഇന്നിവിടെ ജോലിയൊന്നുമില്ല. ഞങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പുറത്തു പോവാ. ഏതായാലും നീ വന്ന സ്ഥിതിക്ക് നീ കൂടെ വാ ഷോപ്പിങ്ങിന്. ഏയ് അതൊന്നും സാരല്ല ലീലാമോ, നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വാ, ഞാൻ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് ഞാൻ നാളെ വരാം. ആര് പറഞ്ഞു നിന്റെ ഹെൽപ്പ് വേണ്ടാന്ന്? അമ്മയ്ക്ക് വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വേണം. നമുക്കൊരുമിച്ച് ആകാശിന്റെ വീട് വരെ ഒന്ന് പോണം. നീ വാ, നമുക്ക് പോയിട്ട് വരാം. കുട്ടിയുടെ വീട്ടിലോ? അതെന്തിനാ? ആകാശിന്റെ വീട്ടിലോ? എന്തിനാ മോനെ? ആ അതച്ചാ, ഇൻവിറ്റേഷൻ കാർഡ് കിട്ടി. ആദ്യം ആകാശിനെ തന്നെ വിളിക്കാന്ന് കരുതി. പിന്നെ നാട് മൊത്തം വിളിച്ചുള്ള കല്യാണമല്ലേ, ഇവളെ കൂടെ കൂട്ടിയ ഇവൾക്ക് എല്ലാരെയും അറിയായിരിക്കുമല്ലോ. അത് നീ പറഞ്ഞ ശരിയാ കൊച്ചു, ഇവൾക്ക് എല്ലാ സ്ഥലവും അറിയാം. അതുകൊണ്ട് നിനക്ക് വഴി തെറ്റില്ല. ബാബ മോളെ, നീ കൊച്ചിൻ്റെ കൂടെ പൊക്കോ, അവനൊരു സഹായമാവും. ആ ലീലാമോ, ഞാൻ പൊക്കോളാം. എന്നാ ആലോചിച്ച് നിൽക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങാം, ബാ. അല്ല, നമ്മള് ഇതിലാണോ പോകുന്നത്? ഞാനിതിലൊന്നും ഇരിക്കൂല. ഓ, നിനക്ക് വേണ്ടി ഞാൻ ഇനി BMW കൊണ്ടിടാം. വന്ന് കയറടി, കൊഞ്ചിക്കൊണ്ട് നിൽക്കാതെ, എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്. നിങ്ങളോടല്ലേ പറഞ്ഞേ ഞാൻ ഇതിൽ വരൂലാന്ന്? നിങ്ങളുടെ പറകെ ഇരുന്നിട്ട് വേണം ഇവിടുത്തെ നാട്ടുകാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കാൻ. അതെ, 1-2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിച്ച് ജീവിക്കാനുള്ളതാ. അയ്യടാ, അല്ലെങ്കിൽ ബാക്കിൽ താലോല് ചിരുത്തി കൊണ്ടുപോകാൻ പറ്റിയൊരു മുതല്. വന്ന് കയറടി, ഇവിടുത്തെ നാട്ടുകാർക്ക് നിന്റെ മോന്ത നോക്കി നടക്കലല്ല പണി. ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിക്ക്, ഇതാ വരുന്നു, 1 മിനിറ്റ്. അല്ല, നീ എന്താ ചെയ്യുന്നേ? പിന്നുള്ളത് ഇതാകുമ്പോ എന്റെ ഫേസ് ആരും കാണൂല. കാണാൻ പറ്റിയ ഫേസ് അല്ലെങ്കിൽ തന്നെ ആർക്ക് കാണണം നിന്റെ മോന്ത? അത്രയ്ക്ക് ബോറൊന്നുമല്ല എന്റെ ഫേസ്, അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം. ഏതായാലും നിങ്ങളെക്കാളും നന്നായിട്ടുണ്ട് ഞാൻ. ആര്, നീയോ? അതെ, ഞാൻ തന്നെ. എന്ത് നോക്കി നിക്ക, ഞാൻ കേറട്ടെ? സത്യ സാറേ, നിങ്ങളോടാ ചോദിച്ച, കേറട്ടെ? വാ, വന്നു വണ്ടി കയറ്. അല്ല ആകാശ്, നീ എന്താ ആ ഇൻവിറ്റേഷൻ കാർഡ് ഓപ്പൺ ആക്കാത്ത? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഏയ് നന്നായിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പൊക്കഴിഞ്ഞിട്ട് നോക്കാന്ന് കരുതിട്ടാ തുറക്കാത്ത. ഓഹോ, മാമേച്ചി കൂടെ ഉണ്ടായിരുന്നോ? ഞാൻ നോക്കി നടക്കായിരുന്നു. ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും വേണ്ട നിങ്ങള് ഇപ്പൊ പെൺവീട്ടുകാരെ കൂടെ ആയ അല്ലേ? ഏയ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ ലീലാമ്മ വിളിച്ചോണ്ട് പോയിനേ ഉള്ളൂ. നിനക്ക് എന്ത് ആവശ്യം വേണമെങ്കിലും നീ എന്നെ വിളിച്ചോ, ഞാൻ പറഞ്ഞിങ്ങെത്തും. സോറി മണിക്കുട്ടി, എന്തായാലും കല്യാണം വരെ ഇവളെ വിട്ടുതരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവളില്ലാതെ ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. അതൊക്കെ ഇപ്പൊ ഇയാൾ എന്ത് തള്ളണത്? അപ്പൊ ഇനി കഷ്ടിച്ച് 2 ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്. നിങ്ങളുടെ പരിപാടിയൊക്കെ നടക്കട്ടെ. ഞങ്ങൾക്ക് ഒരുപാടടുത്ത് കല്യാണം വിളിക്കാനുണ്ട്. ബാമേ, നമുക്ക് ഇറങ്ങിയാലോ? ആ മണിക്കുട്ടി, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ കേട്ടോ. എന്നാ ശരി ആകാശ്, ഞങ്ങള് പോവാ. ബാമേ, വാ. ബായ് മണിക്കുട്ടി. ഇന്ന് ഇത്രയും മതി, ബാക്കി ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചോളാം. പിന്നെ ഇനി മുതല് വീട്ടിലേക്ക് വരണമെന്നില്ല, നിന്റെ ജോലി കഴിഞ്ഞു. ശരിക്കും നിങ്ങൾ എന്നെ കൂടെ കൂട്ടിയത് കുട്ടികളുടെ മുന്നിൽ മരിച്ചഭിനയിക്കാൻ വേണ്ടിട്ടല്ലേ? അതെ, എനിക്കത് തന്നെ ആവശ്യം. അവന്റെ ഉള്ളിൽ ഇപ്പോ നല്ലോണം പുകയുന്നുണ്ടാവും. നമ്മുടെ കാര്യം ആലോചിച്ച് എനിക്കത് മതി. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ക്രൂരനാവാൻ കഴിയുന്ന? ആരിനെ കല്യാണം കഴിക്കാന്ന് കുട്ടിയുടെ സമ്മതിച്ചല്ലേ? പിന്നെന്താ?
പറയാൻ പറ്റില്ല, നീയൊക്കെ ഒരു കുടുംബമല്ലേ. പണ്ട് ആർക്കോ വേണ്ടി നീ എന്നെ വലിച്ചെറിഞ്ഞ പോലെ നിനക്ക് വേണ്ടി അവൻ എന്റെ പെങ്ങളെ വലിച്ചെറിയില്ലെന്ന് ആര് കണ്ടു? കുട്ടേട്ടൻ എന്നെ പോലല്ല. അവൻ നിന്നെ പോലെ ആണെങ്കിലും എനിക്ക് പേടിയില്ല. എന്റെ പെങ്ങൾ ആരും എന്നെ പോലെ അല്ല, അത് നീ മറക്കണ്ട. പോലെ കണ്ണടച്ച് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. സത്യ, അല്ല നീ ഉറങ്ങിയില്ലേ? ഞാൻ കരുതി ഉറങ്ങിയിട്ടുണ്ടാവൂന്ന്. ഇല്ല, ഞാൻ ഉറങ്ങാൻ കിടന്നതേ ഉള്ളൂ. അല്ല, ഷോപ്പിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ സാധനങ്ങളും വാങ്ങി തീർത്തില്ലേ? ഒന്നും പറയണ്ട സത്യ, ഈ ലേഡീസിനോട് ഷോപ്പിങ്ങിന് പോണത് വലിയ അബദ്ധമാണ്. എന്തൊക്കെയോ വാങ്ങാനുണ്ട്, നാളെയും പോണോന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, നിന്റെ കല്യാണം വിളി എങ്ങനെയായി? ആ, നാളെയും കൂടെ ആകുമ്പോ ഏകദേശം ആവും. സിദ്ധു, ആരുവിന്റെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ തന്നെ തിരിച്ചു പോവാം. ഇവിടുത്തെ ഫാക്ടറിയും കമ്പനിയും ഒക്കെ നമുക്ക് ആര്യനെ ഏൽപ്പിക്കാം. അതെന്തു പറ്റി? നീ ഇവിടെ പുതിയ കമ്പനി തുടങ്ങിയത് തന്നെ ഫാമിലിയുടെ കൂടെ നിനക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ? പിന്നെന്തു പറ്റി തിരിച്ചു പോകണമെന്നൊക്കെ തോന്നാൻ എന്തെങ്കിലും റീസൺ? അതെ, ബട്ട് സിദ്ധു, എനിക്കിവിടെ ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്നു. നിന്റെ ഈ തീരുമാനത്തിന്റെ പിന്നില് ഭാമയാണോ? ആ, അത് എന്റെ പൊന്നു സത്യ, പണ്ടെപ്പോഴോ നടന്ന കാര്യത്തിന് ഇപ്പോഴും നിനക്ക് അവളോട് ദേഷ്യം. അവളതൊക്കെ വിട്ടിട്ട് നന്നായിട്ട് ജീവിക്കുന്നില്ലേ? പിന്നെന്താ, നിനക്ക് ട്രൈ ചെയ്താല്? അതാ സിദ്ധു എന്റെ പ്രശ്നം. അവൾക്ക് ഞാൻ ഒന്നും അല്ലായിരുന്നു. ബട്ട് എനിക്ക് അവളെ വീണ്ടും വീണ്ടും കാണുമ്പോ വീണ്ടും വീണ്ടും കാണുമ്പോ നിനക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. അവളോട് ദേഷ്യം കൂടും. അതെന്തുകൊണ്ടെന്നറിയോ? അവളോട് നിനക്ക് ഇപ്പോഴും ഇഷ്ടമുള്ളത് കൊണ്ടാ. സത്യ, തെറ്റ് ചെയ്തവരെ ഇങ്ങനെ ഓടി ഒളിക്കേണ്ട ആവശ്യമുള്ളൂ. നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട. ആരുടെ കല്യാണം വരാൻ പോകുന്ന, നമുക്ക് അതിനെപ്പറ്റി മാത്രം ചിന്തിക്കാം. ഭാമേജി, നോക്ക്, ആരോ അടുത്ത് വരുന്നു. നോക്കി നമ്പ്യാർ സാറേ, വൈകുന്നേരം പാർട്ടി ഇവിടെ വെച്ച് തന്നെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. ഇനിയിപ്പോ നല്ല സമയം കഴിയുന്നതിന് മുന്നേ കുട്ടികളെ കൊണ്ട് വീട്ടിലേക്ക് പൊക്കോട്ടെ. അല്ല മണിയ, നീ ഞാനും തമ്മിൽ 2-3 ബസ്സിന് വ്യത്യാസമേ ഉള്ളൂ. നീ എന്തിനാ എന്നെ നമ്പ്യാർ സാറേ എന്ന് വിളിക്കുന്ന? വിശ്വാന്നോ വിശ്വേട്ടാന്നോ വിളിച്ചോ, അതെനിക്ക് കുഴപ്പമില്ല.
അത് ബാമ വിളിക്കുന്ന കേട്ട് കേട്ട് പിന്നെ എനിക്ക് നമ്പ്യാർ സാറായി. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വേട്ടാന്ന് വിളിക്കാം. അല്ല, കുട്ടികളുടെ കാര്യം അതൊന്നും പറഞ്ഞില്ല. രണ്ടാളും റിസപ്ഷൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അവര് വന്നോടെ നമുക്ക് ഇറങ്ങാം. ഞങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? അതേതായാലും നന്നായി. ആര്യമോൾക്ക് അതൊരു സന്തോഷാവും. ഡീ മണിക്കുട്ടി നിക്ക്, എന്നെയൊക്കെ ഒന്ന് മൈൻഡൊക്കെ വെക്കാൻ നിനക്ക്. ആര്യേട്ടാ ഒന്ന് പോയ മണിമാമനും ബാമേച്ചിയും കുട്ടേട്ടനും ഒക്കെ ഉണ്ട്. കണ്ടോ തീർന്നു, ഞാൻ പോവാ. ആ നിക്ക്. അപ്പോഴേക്കും ഓടിയോ. ആ ഡ്രസ്സിൽ സുന്ദരിയാണെന്ന് പറയാൻ വന്നായിരുന്നു. അപ്പോഴേക്കും അവള് ഓടി. ആകാശന്റെ കയ്യിൽ നിന്ന് മിക്കവാറും ഈ ചെക്കൻ തല്ല് മേടിക്കും. ആരോ രണ്ടാളും ഡ്രസ്സ് മാറി കഴിഞ്ഞെങ്കിൽ താഴേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ പോവാൻ ടൈമായെന്ന് പറഞ്ഞു. അല്ല, കുട്ടേട്ടൻ എവിടെ? നിന്റെ കുട്ടേട്ടൻ ബാത്റൂമില് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയി. നീ എവിടെ പോയെന്ന് മണിക്കുട്ടിയോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു നിന്റെ കുട്ടേട്ടൻ. എന്തോ പറയാനുണ്ടെന്ന്. ഇനിയിപ്പോ ഈ സമയത്ത് എന്ത് പറയാൻ? നിങ്ങൾക്ക് ഇറങ്ങാൻ ടൈമായില്ലേ? ഞാൻ നാളെ വന്ന് എന്താന്ന് ചോദിച്ചോളാം. ഇപ്പൊ കുട്ടേട്ടൻ വന്നിട്ടും നിങ്ങൾ താഴേക്ക് വാ. ഭാമി നിക്ക്. മുമ്പത്തെ പോലെ എപ്പോഴും കുട്ടേട്ടനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരണമെന്നില്ല. ഇപ്പൊ ഞാൻ എവിടെയുണ്ട്? എനിക്ക് ആ മനസ്സിൽ കുറച്ച് സ്പേസ് കിട്ടണമെങ്കിൽ നീ അങ്ങോട്ട് വരാൻ പാടില്ല. ആരോ ഞാൻ സോറി, പക്ഷേ എനിക്കിതിപ്പോ പറഞ്ഞേ പറ്റൂ. കുട്ടേട്ടനുള്ളിൽ നിന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. അത് മാറണമെങ്കിൽ നീ ഞങ്ങൾക്കിടയിൽ വരരുത്. ഇപ്പോ അവിടെ ഞാനുണ്ടല്ലോ. ആ ഞാൻ ഇനി കുട്ടേട്ടനെ കാണാൻ വരൂല. ഭാമി, നിനക്കെന്നോട് ദേഷ്യം തോന്നരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആയിട്ട് നീ കണ്ടാൽ മതി. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിനി നിങ്ങൾക്കിടയിൽ വരൂല. ആരുഷി, ഭാമേ, നീ എങ്ങോട്ടാ ഓടുന്നേ? ഒന്നിങ്ങ് വരോ. ലീലാമ്മ ഒന്ന് സഹായിക്കോ. ഈ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് അടുക്കി വെക്കണം. നമുക്ക് പെട്ടെന്ന് അടുക്കി വെക്കാം. അയ്യോ, ഞാൻ അടുക്കി വെച്ചോളാം. ലീലാമ്മ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. ഇത്രയും നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. മാത്രമല്ല, ഇപ്പൊ ആരും ആകാശം പോകാൻ ഇറങ്ങും. നമുക്ക് കൂടെ പോണ്ടേ? ഇല്ല ലീലാമ്മ, ഞാൻ വരുന്നില്ല. ഞാൻ ഈ ഗിഫ്റ്റൊക്കെ അടുക്കി വെച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാ. ലീലാമ്മ പൊക്കോ. അതെന്താ നീ അങ്ങോട്ട് വരുന്നില്ല എന്ന്? ആ, അല്ലെങ്കിലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോവാലോ. നീ അവിടുത്തെ കുട്ടി തന്നെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മോളി തടുക്കി വെച്ചോ. ഞാൻ പോയി അവളെ നോക്കട്ടെ. ഈ കുട്ടികൾ ഇതുവരെ ഡ്രസ്സ് മാറി കഴിഞ്ഞില്ലേ? അല്ല, അമ്മ ഇവിടെ വന്ന് നിൽക്കുവാണോ? വലിയ മക്ക വണ്ടിയിൽ കയറി. ചെന്ന് വണ്ടി കയറ്. അല്ല കൊച്ചോ, ഞാൻ ആരുവിനെ ആകാശിനെ വിളിക്കാൻ വേണ്ടി അവരുടെ റൂമിലേക്ക് പോവുക. അവരെ വണ്ടി റെഡിയാവുന്നേ ഉള്ളൂ. അമ്മ വല്യമ്മയോട് പൊക്കോ, ഞാൻ ആരുവിനെ വിളിച്ചിട്ട് വരാം. ബാമ എന്തിനാ കണ്ണു നിറച്ചവിടെ ഇറങ്ങിപ്പോയോ? നീ അവളോട് എന്താ പറഞ്ഞ? ഞാൻ പ്രത്യേകിച്ചൊന്നും അവളോട് പറഞ്ഞില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടേടാന്ന് വിളിച്ച് വരണ്ടെന്നേ പറഞ്ഞോളൂ. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അവൾ എന്റെ അടുത്തേക്ക് വരുന്നത് നിനക്കല്ല. അവളോട് അങ്ങനെയൊക്കെ പറയാൻ നീ ആരാ? ഞാനിപ്പോഴും ആരാന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ? ഞാനിവിടെ ജീവനോടുള്ളപ്പോ എന്നേക്കാൾ സ്വാതന്ത്ര്യം എടുത്ത് ആരും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല. എന്നാ എന്റെ ഭാര്യയായ നീ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ. ഇന്ന് എന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന് നിന്നേക്കാൾ വലുത് പണ്ട് തൊട്ട് എന്റെ കൂടെയുള്ള അവളാ. മനസ്സിലാക്കിക്കോ. അവള് നിങ്ങൾ അമ്മാവന്റെ മോളല്ലേ? അല്ലാതെ എന്നെ പോലെ ഭാര്യയുടെ സ്ഥാനമൊന്നും ഇല്ലല്ലോ. അതോ ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിലുണ്ടോ? അവളെ പറ്റി സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്റെ മറുപടി. നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം. ആരോ വലിയേട്ടൻ എപ്പോ വന്നു? അവരൊക്കെ പോവാൻ ഇറങ്ങിയോ? ഇവന് വേണ്ടിയിട്ടാണോ നീ എന്നോട് വാശി പിടിച്ച് കല്യാണം നടത്തിയത്? വലിയേട്ട ആകാശത്തിന് ഭാഗത്തേറ്റില്ല. ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞതുകൊണ്ടാ എനിക്ക് അടി കിട്ടിയത്. വലിയേട്ട താഴത്തേക്ക് പൊക്കോ. ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഇനി നീ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് താലികെട്ടിയ ബന്ധം മാത്രമല്ലേ നീ അവനുള്ളൂ. നീ അവനങ്ങ് മറന്നേക്ക്. നിന്നെ അവൻ ഡിസേർവ് ചെയ്യുന്നില്ല. വലിയേട്ടൻ എന്തൊക്കെയാ പറയുന്ന? അതെന്റെ ഭർത്താവാ. എന്നെ ശാസിക്കാനായാലും ഉപദേശിക്കാനായാലും സ്നേഹിക്കാനായാലും അയാൾക്ക് റൈറ്റ്സ് ഉണ്ട്. വലിയേട്ടൻ ഇതിൽ ഇടപെടണ്ട. ആരോ, നിനക്കെന്താ ഭ്രാന്താണോ? നീ വിചാരിക്കുന്ന പോലെ അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യും തോന്നുന്നുണ്ടോ? വേറൊരുത്തിയെ മനസ്സിട്ട് നടക്കുന്നവനാ അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ഭാമയ്ക്കൊരു ജീവിതം കെട്ടി അവള് വേറെ ലൈഫ് നോക്കി പോകുമ്പോ അയാൾ എന്റെ അടുത്ത് തിരിച്ചു വരും. അതുവരെ ഞാൻ കാത്തിരിക്കും. എന്റെ പൊന്ന് സത്യ, നീ ഇവിടെ നിൽക്കുകയാണോ? ഞാൻ ഈ വീട് മൊത്തം തേടി. അതെ, എല്ലാരും പോയി. ഇനി നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ പോവാൻ. പോണ്ടേ? സിധു, നീ പൊക്കോ, ഞാൻ പുറകെ വന്നോളാം.
ആണോ? അങ്ങനെയാണെങ്കിൽ ബാമ ഇപ്പൊ പണി കഴിഞ്ഞ് വീട്ടിൽ പോ. നീ വീടും പൂട്ടിട്ട് വാ, ഞാൻ ഇറങ്ങുവാണേ. ഭാമയോ? അവള് പോയില്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് അവളൊരു ലൈഫ് തേടി പോകുമ്പോ അശോകേട്ടൻ എന്റെ അടുത്ത് വരും. അതുവരെ ഞാൻ കാത്തിരിക്കും. അല്ല, ഗിഫ്റ്റ് അടുക്കി വെച്ചപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. എല്ലാവരും പോയോ? എന്നാ വേഗം ഞാനും എൻ്റെ വീട്ടിലേക്ക് പോവാം. ഭാമേ, നിക്ക്. ഞാനോ? എന്താ? അല്ല, നിങ്ങൾ പോയില്ലേ? ഇല്ല, പോയില്ല. അല്ല, നീ ഇപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഞാനോ? ഞാൻ ഈ രാത്രി എങ്ങോട്ട് പോവാൻ? എൻ്റെ വീട്ടിലോട്ട്. വേണ്ട, നീ അങ്ങോട്ടും പോണ്ട. ഇന്നു മുതൽ നിന്റെ വീടിതാ. നീ ഇനി മുതൽ ഇവിടെ നിന്നാ മതി. ഇയാൾക്ക് എന്തൊരു ഭ്രാന്തായോ? അതെ, ഞാൻ പോവാ. എനിക്ക് ഈ വട്ടൊന്നും കേൾക്കാൻ വയ്യ. നിനക്കെന്നെ കണ്ടിട്ട് വട്ടനായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നീ ഇനി അങ്ങോട്ടും പോകുന്നില്ല. ഇനി മുതൽ ഇവിടെ നിൽക്കും. അല്ലേ, ഇയാൾക്ക് ഭ്രാന്ത. ഞാൻ പോവാ. സാറ് പോയി കിടന്ന് ഉറങ്ങിക്കോ, അതാ നല്ലത്. നിക്കടി അവിടെ. ഇതെന്തൊരു തേങ്ങ! എന്റെ കയ്യിൽ നിന്ന് ഇവിടെ, എനിക്ക് പോണം. നിന്നോട് ഞാൻ മര്യാദയ്ക്കല്ലേ പറഞ്ഞ നീ എങ്ങോട്ടും പോകുന്നില്ലാന്ന്. നീ ഇന്നു മുതൽ ഇവിടെ നിൽക്കും, എൻ്റെ ഭാര്യയായിട്ട്. ഇന്ന് ഈ രാത്രി നമ്മുടെ കല്യാണം. നിങ്ങൾക്ക് അരക്കിറക്കം മുക്കാക്കിറക്കം ഒന്നുമല്ല, മുഴുക്കിറക്ക. മര്യാദയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് ഇവിടെ, എനിക്ക് പോണം. വിടാൻ. നിന്നോടല്ല ഞാൻ പറഞ്ഞ പോവാൻ പറ്റില്ലാന്ന്. ഞാനെന്താ തമാശ പറയുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ ഈ കാണിക്കണ? നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞില്ലേ, ഈ രാത്രി നമ്മുടെ കല്യാണം. ഇങ്ങോട്ട് വാടി. എന്റെ കയ്യിൽ നിന്ന് ഇവിടെ, വിടാനല്ലേ പറഞ്ഞ? മര്യാദയ്ക്ക് നടക്കടി. സത്യമായിട്ട് നിങ്ങൾക്ക് ഭ്രാന്തായോ? എന്നെ ഇവിടെ, എന്റെ കൈ വേദനിക്കുന്നു. പറഞ്ഞു മര്യാദയ്ക്ക് നടക്കാൻ, അല്ലെങ്കിൽ വേണ്ട. ഇങ്ങോട്ട് വാടി. എന്നെ വിട്, എന്നെ വിടാൻ. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാനല്ല, നീയാ ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. വിട്, എന്റെ കൈ വിടാൻ. അടങ്ങി നിക്കടി. ഇങ്ങോട്ട് വാടി. സത്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് ഇവിടെ, എനിക്ക് വേദനിക്കുന്നു. ഞാൻ പോണെന്നെ വിട്. നമ്മുടെ കല്യാണം നടന്ന ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടും. അതുകൊണ്ടല്ലേ അടങ്ങി നിക്ക്. പറ്റില്ല, എനിക്കിഷ്ടല്ല. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. നിങ്ങളുടെ ഞാൻ എനിക്ക് സമ്മതമല്ലെന്ന്. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പറ്റില്ല എന്ന് തന്നെയാ. അതെന്റെ മുഖത്ത് നോക്കി നീ പറയടി. സത്യയുടെ പ്ലീസ്, എന്നെ എന്റെ പാട്ടിൽ വിട്ടേക്ക്. നിങ്ങളുടെ ആരുടെ ജീവിതത്തിൽ വരാതെ ഞാൻ ഒതുങ്ങി പൊക്കോളാം. കരയി, നന്നായിട്ട് കരയി. അന്ന് എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഈ കരച്ചിലൊന്നും ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ എന്തൊരു മനുഷ്യനാണോ? അന്ന് അറിവില്ലാത്ത പ്രായത്തിൽ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഉള്ളിലെ ഫീലിങ്സ് എന്താന്ന് പോലും അറിയാതെ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ അത് മനസ്സിൽ കൊണ്ടാണെന്ന് നിങ്ങൾ എന്നെ കൊല്ല ചെയ്യുക. എനിക്ക് നിങ്ങളെ നല്ല ആരെയും ഇഷ്ടമല്ല. ഞാൻ ആരെയും കല്യാണം കഴിക്കുകയില്ല. ഇങ്ങോട്ട് വാടി. സത്യമായിട്ട് എന്റെ കൈ വേദനിക്കുന്നു. എന്റെ മുഖത്തേക്ക് പറ, എന്നെ നീ സ്നേഹിച്ചിട്ടില്ലായിരുന്നു എന്ന്. ഇല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. കൊള്ളം പറയുന്നു. മുഖത്ത് നോക്കടി. ഇനി പറ, നിനക്കെന്നെ ഇഷ്ടമല്ലായിരുന്നോ? സത്യമായിട്ട് പറയടി, നീ എന്നെ സ്നേഹിച്ചിട്ടില്ലേ? എന്നെ വിട്, എനിക്ക് പോണം. ഇല്ല മാമി, ഇനി ഞാൻ മാറി നിൽക്കില്ല. പറ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ?